experience. ഗുഡ് മോർണിംഗ് സാർ. ഓ ഓ ഇല്ല സാർ, എഴുന്നേറ്റ്. ഓ ഓ ആ ഉണ്ട് സാർ. ഇല്ല ഇന്ന് വേറെ മീറ്റിംഗ് ഒന്നും വെച്ചിട്ടില്ല. ആ ആ ഓ സാർ, പോവാ സാർ. ഓ ഓ ഓ ഓ ആ ഞാൻ ഏറ്റു. ആ ആ പറയാം. വണ്ടി മറിഞ്ഞ് അത് അറിഞ്ഞു. ശരി സാർ. ഓക്കെ സാർ, ഓക്കെ. ഞാൻ ഇത് കഴിഞ്ഞ് വിളിക്കാം സാർ. ഓക്കെ സാർ. ഓക്കെ. തങ്കം എന്നാ വാങ്ങോട്ട്. കർത്താവേ, കിടന്ന് ചാവല്ല. ഞാൻ ചായക്ക് വെള്ളം വെച്ചേ ഉള്ളൂ. അതിന് ചായ എവിടെ ആരും ചോദിച്ചു? അതിലും വലിയ സംഭവങ്ങളിലൂടെ ജീവിതത്തിൽ നടക്കാൻ പോകുമ്പോ എന്നാ ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എടി, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോവാണ്. എന്താഗ്രഹം? എന്താണെന്ന് പറവീ. ഞാനൊരു പൊതുപ്രവർത്തകനാണല്ലോ, എന്തായിരിക്കും നീ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റാ? അയ്യോ, പഞ്ചായത്ത് പ്രസിഡന്റ് അതൊക്കെയാ വലിയ സംഭവം. അതൊന്നും അല്ല. മേലെ പോട്ടെ. മന്ത്രിയാവാൻ പോണ? മന്ത്രിയാണോ എന്ന് ചോദിച്ചാൽ മന്ത്രിയല്ല. എന്നാ മന്ത്രിമാർക്കൊക്കെ കിട്ടുന്ന ഒരു സ്ഥാനം എനിക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് അതാണ് എനിക്കറിഞ്ഞില്ല, പറയാൻ പറ്റില്ല. അതായത് അപ്പുക്കുട്ട സാറ് വിളിച്ചിട്ട് ഇന്നിപ്പോ ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലില് ഒരു ചർച്ചയിലിരിക്കാൻ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പുക്കുട്ട സാറിന് എന്തോ വരാന്നുണ്ട് തിരക്ക്. ഇപ്പൊ സാറിന്റെ സ്ഥാനത്ത് പോയി ഇരുന്ന് സംസാരിക്കാൻ യോഗ്യനായിട്ടുള്ളത് നമ്മുടെ പാർട്ടിയിൽ ഞാനല്ലേ ഉള്ളൂ. അങ്ങനെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നൊരു ചാനൽ ചർച്ചയിൽ പോകണം, DDT പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോയിട്ട് കാര്യമായിട്ട് സംസാരിക്കണം, ഗംഭീരമായിട്ട് അവതരിപ്പിക്കണമെന്ന് പറയണം. വിഷയം എന്താണെന്ന് അറിയാമോ? റോഡ് വികസനവും അപകടങ്ങളും. റോഡ് വികസനവും അപകടങ്ങളും. ആ വിഷയത്തെ റോഡ് വികസിച്ച അപകടങ്ങൾ ഉണ്ടാവോ? അയ്യോ അടി, റോഡ് വികസിച്ചാലും ഇവിടെ വികസനത്തിന്റെ പേരിൽ പണി നടക്കാതെ പകുതി കിട്ടിട്ട് ഓരോ അപകടങ്ങൾ സംഭവിക്കണില്ലേ? പണി തീർക്കാതെ ഇട്ട് എഴച്ചഴച്ച് വിഷയങ്ങൾ വേറെ കിടപ്പുണ്ട്. ഈ സംഭവം പറഞ്ഞ എങ്ങനെ അറിയും? എപ്പോഴും മറ്റേ ഇത് തയ്യലും അത് ആയിട്ട് കിടക്കില്ലേ, ലോക വിവരമല്ലല്ലോ. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം കാണാൻ വന്ന ഒരു കൂട്ടം യാത്രക്കാരും അവർ വന്ന് ടെമ്പോ ട്രാവലർ മറിഞ്ഞു. മറിഞ്ഞു. ഇതൊന്നും അറിയരുത്. മറിഞ്ഞിട്ട് എന്താണ്, ഒരു 12 പേരുണ്ടായിരുന്നു. അതിൽ 8 പേര് നില ഗുരുതരമാണ്. ഡ്രൈവർ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. 2 പേർക്ക് ചെറിയ പരിക്കുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്താണ്? മരിച്ചില്ല. അപ്പൊ ആ വിഷയം വെച്ച് അലക്കാനാണ് അപ്പുക്കുട്ട സാർ എന്നോട് പറയണത്. ഇനി ആ വിഷയം അലക്കാനെന്ന് പറഞ്ഞാൽ ഈ അപകടം സംഭവിച്ച അവിടുത്തെ റോഡ് പണിഞ്ഞിരിക്കണ ആരാ? ഞങ്ങളുടെ ശത്രുക്കളായ RDPയിലെ അവരുടെ അനുയായി, അവരുടെ പിന്താങ്ങുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട്, ഒരു ജയപാലനാണ്. അടിപിടി എന്തിന്? നമുക്ക് നല്ലൊരു സ്പേസ് ആണല്ലോ ഇത്. ഇവിടെ ഇരുന്ന് ഇത് ലോകം മുഴുവനും അറിയിക്കണം. ഈ RDP എന്താണെന്നും RDPയുടെ പ്രവർത്തനം എന്താണെന്നും ഇവന്മാർ എന്തൊക്കെ ഉടായ്പാണ് ഇതിൽ കാണിക്കുക, ഒരു റോഡ് പണിയിലൂടെ എത്ര മുക്കണുണ്ടെന്നും അതൊക്കെ ജനങ്ങളിലേക്ക് കിട്ടട്ടെ, ജനങ്ങൾക്കൊരു ധാരണ കിട്ടട്ടെ. അങ്ങനെയെങ്കിലും DDT പാർട്ടിയെ ഭരണത്തിലേക്ക് വരട്ടെ, ഒരു മാറ്റം ഉണ്ടാവട്ടെ. ഇവിടെ ആര് വന്നാലും ഇവിടെ മാറ്റമൊക്കെ കണക്കാണ്. ഹലോ, നമസ്കാരം. അതെ ക്ലീറ്റസ് മുത്തായിയാണ്. ചാനലിൻ്റെ മോനാ അല്ലേ? വണ്ടിയുടെ പറഞ്ഞ മോനെ. നമുക്ക് എത്ര മണിക്കാ ഇത് ഷൂട്ടിംഗ് പറഞ്ഞേക്കുന്നത്? 10 മണിയല്ലേ? മോനൊരു കാര്യം ചെയ്തോ, 10 മണിയല്ലേ, ഒരു 9 മണിക്ക് ഇങ്ങോട്ട് പോന്നോ. അല്ലേ, വീടറിയാമോ? എടപ്പഴിഞ്ഞ് അറിയാം അല്ലേ? അല്ല, ഇവിടുന്ന് അതുവരെ പോകാൻ 15 മിനിറ്റ് മതി, അതെനിക്കും അറിയാം. പക്ഷെ ഞാൻ എപ്പോഴും ഒരു പരിപാടിക്ക് പോകുമ്പോൾ നേരത്തെ പോകും, ഒരു കരുതലാണ്. ലേറ്റായി പോകുന്നത് എനിക്ക് മറ്റു പൊതുപ്രവർത്തകർ അങ്ങനെ ആയിരിക്കും, ഞാൻ അങ്ങനെയല്ല കേട്ടോ. മോന് 9 മണിക്ക് ബുദ്ധിമുട്ടുണ്ടോ?
ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. അത് കഴിച്ചിട്ട് വന്നു. ആയിക്കോട്ടെ. 9 മണി മറക്കണ്ട, തെറ്റിക്കരുത് സമയം. ആ, ഞാൻ ഇച്ചിരി കൃത്യനിഷ്ഠമുള്ള ആളാ. ഓക്കെ മോനെ, ശരി. നിങ്ങളുടെ തൊണ്ടയ്ക്ക് എന്താ പറ്റി പെട്ടെന്ന്? നിങ്ങളുടെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയെന്ന് പെട്ടെന്ന്? എന്തിനും എനിക്കൊന്നും പറ്റിയില്ല. പറഞ്ഞെന്താ? എടീ, ഞാൻ ആരാ? ഞാനിപ്പോ പോകുന്നത് എവിടെയാ? ഇന്നത്തെ അവരുടെ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് ഞാനാണ്. ഇന്ന് നമ്മൾ പോണ ചാനലിൽ അവിടെ ഓരോ സ്റ്റാഫിൻ്റെയും. അപ്പൊ അതുകൊണ്ട് ഈ വരുന്നവരോട് ഈ ലെവലിലായിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് സംസാരിക്കണത്. അവിടെ പോയിട്ട് തിരിച്ചിവിടെ വരണവരും ഞാൻ ഇങ്ങനെ ആയിരിക്കും. സത്യമാണ് പപ്പേ. ഞാൻ ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ പപ്പനെ വിളിച്ച് പറയണോന്ന്. പറഞ്ഞില്ലേ? ആ, ഭയങ്കര തിരക്കാണ്, അതുകൊണ്ടായിരിക്കും. 9 മണിക്കല്ല, 10 മണിക്ക്. 9 മണിയാകുമ്പോ ഇവിടുന്ന് പോകും. ചാനലിന്റെ വണ്ടി വരും, വണ്ടിയിലാ പോണത്. ഒന്ന് 10 മണിക്കായിരിക്കും. 10 മണിക്കാ തുടങ്ങുന്നത്, ചർച്ച തുടങ്ങുന്നത്. ആ, 10 മണിയാകുമ്പോഴത്തേക്ക് പപ്പ എങ്ങോട്ടും പോയിക്കളയല്ലേ, ടിവിയുടെ മുമ്പിൽ തന്നെ ഇരുന്നോണം. അതിനി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഫോൺ എടുത്തോണ്ട് പോകണം. ഫോണിൽ ലൈവ് ഉണ്ട്. ആ ആ, കണ്ടിട്ട് എന്നെ വിളിക്കണേ. ആ, പറ്റിയാണെ ഒന്ന് ക്ലീറ്റോ ചേട്ടനെ ഒന്ന് വിളിച്ചേക്ക്. ശരി ശരി, ഓക്കെ. ഈ പറയുന്നതൊക്കെ ഉള്ളത് തന്നെയടി. പിന്നെ ഇല്ലാത്ത കാര്യമാണോ അമ്മ പറയുന്നത്? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടും. എന്താ അമ്മയ്ക്ക് വിശ്വസിക്കാൻ എത്ര ബുദ്ധിമുട്ട്? ക്ലീറ്റോ ചേട്ടൻ അത്ര കുറഞ്ഞ ആളാണോ? അല്ല, കുറഞ്ഞതും കൂടിയതും ഒന്നും അല്ല. അവരിങ്ങനെ പോണ് വരുന്നു, അത് ചെയ്യുന്നാലും അങ്ങനെ ഒരു വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ടൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മക്കാണ് വിലയില്ലാത്തത്. ക്ലീറ്റോ ചേട്ടനോടൊന്ന് പുറത്തു പോണം. എന്റെ പൊന്നോ, നാട്ടുകാരൊക്കെ ക്ലീറ്റോ നേതാവേന്ന് വിളിച്ചോണ്ടാ നടക്കണത്. സത്യം, അമ്മ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മ അത് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. അല്ല, ഈ ചാനലിലൊക്കെ വലിയ വലിയ ആൾക്കാരെയല്ലേ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിളിക്കുവോ? പിന്നെ ക്ലീറ്റോ ചേട്ടനൊന്ന് പ്രസംഗിക്കുന്നൊക്കെ അമ്മ ഒന്ന് കേൾക്കണം. ഏട്ടനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടാ? ഇല്ലല്ലോ. ആ, അമ്മ കണ്ടോ? TV 10 മണിയാകുമ്പോഴത്തേക്ക് TV-യിൽ വരും. അപ്പൊ അമ്മയുടെ സംശയം. എന്തായാലും 10 മണിക്ക് നമുക്ക് കാണാമല്ലോ. ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പോയിട്ട് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. നമുക്ക് 10 മണിക്ക് അറിയാമല്ലോ. എന്തായാലും 10 മണിക്ക് അറിയാം. 10 മണിക്ക് അറിയാം. നല്ല കാര്യമല്ലേ? പിന്നെ അവൻ ചുരണ്ടി ആ പെയിന്റ് ഒക്കെ കിളകി കളയുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, വണ്ടി വരുമെങ്കിൽ ഇപ്പൊ വരത്തില്ലായിരുന്നു. വണ്ടിയൊക്കെ വരും. ക്ലീറ്റോ ചേട്ടാ, സമയം എത്രയായി? 9:30 കഴിഞ്ഞു. അയ്യോ, 9 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എന്റെ പൊന്നടാ, നിന്നെ ആ പൂക്കുട്ട സാറ് പറഞ്ഞു പറ്റിച്ചതാണ്. വണ്ടി വരാൻ പോകുന്നില്ല. പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയാ? അമ്മക്കൊന്നും മിണ്ടാതിരിക്കാവോ? ഞാൻ മിണ്ടാതിരിക്കല്ല. എടാ, ആ ചാനലിലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ കൊണ്ടുപോകണത്, അല്ലാതെ ഈ ഡൂക്കിളിയൊക്കെ ആണോ? അമ്മ അത് വായ്മത്തോട് മിണ്ടാതിരിക്കോ? ഒരു കാറാണത്, അല്ല പ്ലെയിൻ അല്ല. പറന്നു വന്ന് ഇവിടെ ഇറങ്ങാം. റോഡിൽ കൂടെ ഓടി പറഞ്ഞാൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും. ആ, വരും. ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ ഒന്ന് വിളിച്ചു നോക്കിക്കേ. സംസാരിക്കുന്നതിന് ഒരു മയം വേണ്ടേ? ഞാനേ 10 ആൾ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അല്ല, 9 മണിക്ക് വരുമ്പോ വരട്ട്. അമ്മയ്ക്ക് അപ്പടി സംശയോ? ഓ മോനെ, ഇത് എവിടെയാണ്? ആ, അല്ല, മോനോട് ഞാൻ പറഞ്ഞതല്ലേ 9 മണിക്ക് എത്തണമെന്ന്. പഞ്ചറായോ? സാറില്ല. ആ, എത്താറായല്ലോ. പെട്ടെന്ന് പോന്നു. ശരി. ഞാൻ റെഡിയാണ്. ഓക്കെ. ടയർ പഞ്ചറായി പോയതാണ്. ഇപ്പൊ മനസ്സിലായ? അവൻ്റെ ഈ വളവ് തിരിഞ്ഞ് ഇപ്പൊ എത്തും. ക്ലീറ്റോനെ പോലെയുള്ള ബിരുദന്മാരെ എത്രത്തിന് അവര് കണ്ടിട്ടുണ്ടാവും? ചാനലുകാരാ. ഈ 10 മിനിറ്റ് ഇവിടെ നിന്ന് പോയാൽ മതി. അതിന് ഒരു 1.5 മണിക്കൂർ മുമ്പേ വരാൻ പറഞ്ഞ ആരെങ്കിലും വരും? പഞ്ചറായതുകൊണ്ടാണ്. അങ്ങോട്ട് പോയാൽ വേണ്ട, ഓട്ടോയിലൊന്നും പോണ്ട. ചാനലിലൊക്കെ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും പൊട്ടോളാം. നിങ്ങളൊക്കെ ഒന്ന് അതാ വന്ന്. വാ. കണ്ണ് കാണു. അമ്മയ്ക്കല്ലായിരുന്ന സംശയം? ഞാനൊന്ന് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി മതി, ഇപ്പൊ മുഖത്തിന് ആവശ്യത്തിനുണ്ട്. ഇതെവിടെ പോയി? പൗഡർ ഇടാൻ. എന്റെ പൊന്നെ, ഒന്നാമത് താമസിച്ചു. വേഗം വാ ചേച്ചി. കുറച്ച് പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തോ, പോക്കറ്റിൽ ഇട്ടാ മതി. അവിടെ മേക്കപ്പ് മാൻ ഉണ്ട് കേട്ടോ. പറയാനുള്ളതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം എനിക്കറിയാം. നിങ്ങൾ എന്നെ അനാവശ്യമായിട്ട് അത് ഇതും പറയല്ലേ. അവിടെ നിന്നോളൂ. ഇങ്ങോട്ട് അഴിഞ്ഞു പിടിച്ച് കയറി കയറ്റി വിടാടി. ഇനി അതിൽ കൂടി കേറിപ്പോ.
ക്ലീറ്റോ ചെറുക്കിന് ദേഷ്യം വരും. എന്റെ പരിധിക്ക് വാ നീ ഇങ്ങോട്ട്. ഇത്ര നേരം കൊണ്ട് വണ്ടി വെയിറ്റ് ചെയ്യുവാ. കേറിട്ട് ചേട്ടാ പോയി കേറി പോ ക്ലീറ്റോ. ഡ്രൈവർ ഡോറ് തുറന്നു തരും. അത് ഡ്രൈവറിന്റെ ഡ്യൂട്ടിയാണ്. എന്നിട്ടേ കയറാൻ പാടുള്ളൂ. പക്ഷെ ആ ചെറുക്കന് ഇറങ്ങണില്ലല്ലോ. അതൊക്കെ ഇറങ്ങും. അവൻ സമയമാവട്ടെ ഇറങ്ങിക്കോളൂ. ചേട്ടാ വരണില്ലേ? ഇതെന്ത് കഷ്ടം. പോയി കേറ്. ദേ ചർച്ചയ്ക്ക് പങ്കെടുക്കണമെങ്കിൽ കേറി പോവാൻ നോക്കാം, അല്ലെങ്കിൽ അവര് കൊണ്ടുപോകില്ല കേട്ടോ. ശ്ശോ. ഓ, മന്ത്രിമാരൊക്കെ ഇരിക്കണ പോലെ അല്ലേ ചേച്ചി? അറിയാനോ? മന്ത്രിമാരെ പോലെയല്ലേ ഉള്ളൂ, മന്ത്രിയൊന്നും ആയിട്ടില്ലല്ലോ. എന്താ ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പോ ഇത്ര ഗമയായിട്ട് പോണം. ഇച്ചിരി പൗഡർ കൂടുതലായിരുന്നു. പക്ഷെ പറയാൻ നീ പറ്റില്ല. അല്ലേ എന്നിട്ട് പൊതിഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്? അല്ല ഇപ്പൊ ഇത്തിരി കൂടുതലായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറയുമായിരിക്കും. അതിനൊന്നും കുഴപ്പമില്ല. അവിടെ ആദ്യം അവിടെ ചെന്നിട്ട് പറയാനുള്ളത് ഓർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇനി അവിടെ ചെന്നിരുന്ന് 10 തെറ്റിപ്പോയിട്ടുണ്ട്. മണിയാകുമ്പോ വരണേ ഇങ്ങോട്ട്. കുറ്റം പറയുമ്പോ എന്തൊക്കെയാവോ എന്തോ. 10 മണിക്ക് വരണേ. നമസ്കാരം, സ്നേക് അലേർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം RDP ജില്ലാ നേതാവ് BR റഹീമും DDT ജില്ലാ നേതാവ് ക്ലീറ്റസ് മത്തായിയുമാണ് വിഷയത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം റോഡ് വികസനവും അപകടങ്ങളും എന്നതാണ്. അതിൽ ക്ലീറ്റസ് മത്തായിയുടെ അഭിപ്രായം എന്താണ്? വികസനം നല്ലതാണ്. പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന വികസനങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു റോഡ് വികസിപ്പിക്കുമ്പോൾ ഇവിടെ വികസിക്കുന്നത് ആ റോഡിന് അനുമതി കൊടുക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ ഫണ്ടും പിന്നെ അത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടറുടെ പോക്കറ്റുമാണ് വികസിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു പിണ്ണാക്കും ഇവരൊന്നും ചെയ്യുന്നില്ല. ഇന്നലെ നമ്മുടെ തലസ്ഥാനത്ത് വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരം കാണാൻ വന്ന ടെമ്പോ ട്രാവലറിൽ ഒരു കുടുംബം, ആ കുടുംബത്തിലെ 13 പേരും ആ ടെമ്പോ ട്രാവലർ മറിഞ്ഞിട്ട് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഡ്രൈവറുടെ ബോധം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. മാത്രമല്ല അതിനകത്ത് യാത്രക്കാരിൽ ഒരു 8 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അല്ല ഞാനൊരു കാര്യം അല്ലല്ല, അത് എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതേ റോഡിൽ കൂടെ തന്നെ 10,000 വണ്ടികളും പോയതല്ലേ? അതുകൊണ്ട് അല്ല, അതിൽ ഏതെങ്കിലും ഒരു വണ്ടി പറഞ്ഞോ? ഈ വണ്ടി ഒരെണ്ണമല്ലേ പറഞ്ഞോളൂ. അതിന് കാരണം എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം. ആ അപകടം നടന്ന റോഡിലൂടെ ഞാൻ പല പ്രാവശ്യം വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പലപ്പോഴും എനിക്കതിലെ പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങിയാണ് പോകുന്നത്. അതൊരു ഭൂമി കുലുക്കം ഉണ്ടാകുന്ന ഒരു രീതിയാണ്. കാരണം ആ റോഡിന്റെ ശാസ്ത്രീയമായി അല്ല അത് ടാർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം തുറന്നു പറയുകയാണ്. എനിക്ക് പേടിയില്ല. ഈ നിങ്ങളുടെ പാർട്ടി അനുഭാവിയായ ഈ കോൺട്രാക്ടർ ജയപാലൻ എന്ന് പറയുന്ന ഈ വ്യക്തി, ഇയാള് 100 പാക്കറ്റ് സിമെന്റ് ഉപയോഗിച്ച് പണിയേണ്ടത് ആ പണി സ്ഥലത്ത് നിന്ന് 50 പാക്കറ്റ് സിമെന്റ് മുക്കുകയാണ്. ഈ ജയപാലൻ, എനിക്ക് പേടിയില്ല, എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ തുറന്നു പറയും, എവിടെയും പറയും. അപ്പൊ ഈ ജയപാലൻ 50 പാക്കറ്റ് സിമെന്റിലാണ് ഈ പണികൾ നടത്തുന്നത്. അപ്പൊ എങ്ങനെ, എന്ത് സുരക്ഷയാണ് ജനങ്ങൾക്കുള്ളത്? എന്നിട്ട് ഈ 50 പാക്കറ്റ് സിമെന്റിൽ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഇവരുടെ പാർട്ടിയിലെ പല നേതാക്കന്മാരുടെ വീടും കക്കൂസും കുളിമുറി പണിയാനായിട്ട് അങ്ങനെ നിങ്ങൾ പറയരുത്. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ? അതിന് തെളിവുണ്ടോ? തെളിവുണ്ട്. അല്ല, എന്ത് തെളിവുണ്ട്? അങ്ങനെ പറയൊക്കെ ഇത് പണിയുന്ന മേസ്ത്രിമാര് ഞങ്ങളുടെ പല സ്ഥാപനങ്ങളും പണിയാൻ വന്നിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് തെളിവുണ്ട്. ഈ ജയപാലൻ എന്ന് പറയുന്ന കോൺട്രാക്ടർ എന്താ പറയുക, അയാൾക്ക് ഒരു പ്രതിബദ്ധതയും ജനങ്ങളോടുമില്ല. അയാൾക്ക് ഈ അഴിമതിയുടെ അങ്ങേറ്റം ഇവരുടെ ഒപ്പം പറ്റിയ ഒരാളാണ് ഈ ജയപാലൻ. അപ്പൊ അയാൾക്കെതിരെ നമ്മൾ ഇനിയെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. ഇതെങ്ങനെ ക്ലീറ്റോ? ഇതെപ്പോഴും പഠിച്ചടി? രാവിലെയാണ് കോള് വന്നത്. നിങ്ങൾക്ക് ആർക്കുമാണ് വിശ്വാസമില്ലാത്തത്? പണ്ട് കേട്ടിട്ടില്ലേ ചേച്ചി ക്ലീറ്റോ ചേട്ടൻ പ്രസംഗിക്കുന്നതൊക്കെ? അതൊക്കെ പണ്ട്. ഇപ്പൊ പക്ഷെ അത്രയൊക്കെ പ്രസംഗിക്കോ? പ്രസംഗിക്കണ പോലെ അല്ലടി, എന്തൊക്കെയോ ഇംഗ്ലീഷ് വാക്കുകളും
അങ്ങനെയൊക്കെ എന്തൊക്കെ പുതിയ വാക്കുകളൊക്കെ അല്ലേ വായിന്ന് വരുന്നത്. എനിക്ക് പക്ഷെ കാര്യമായിട്ടൊന്നും മനസ്സിലായൊന്നുമില്ല കേട്ടാ. എനിക്ക് മനസ്സിലായി എന്താണ് ഈ മേൽപ്പാലം വരുന്നത് നല്ലതല്ലേ? അതിന് അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. വരുന്നുണ്ടടി. ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാ? ആ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കാൻ കാണിക്കാൻ. വന്നേ എന്റെ ദൈവം, പൊളിച്ച് സൂപ്പർ ആയിരുന്നു, സൂപ്പർ. ക്ലീറ്റസ് ഇവിടെ നിന്ന് പോയപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും എന്നുള്ളത്. ഇതുമായിരുന്നു കൊടുങ്കാറ്റ്. ആ മറ്റേ ഇപ്പുറത്തെ നാളുടെ പേരെന്താ ടീച്ചർ? റഹീം. അയാള് കുടുകൂടാ വേർക്കണ്, മറുപടി പറയാൻ റഹീമിന് ജീവിതത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കും. ചാനൽ ചർച്ചയിൽ പോകും, പക്ഷെ ക്ലീറ്റോ ഉണ്ടെന്ന് പറഞ്ഞാൽ വരില്ല. അതെ, അപ്പുകുട്ട സാർ കണ്ടോ? വിളിച്ചോ? അപ്പുകുട്ട സാറ് കണ്ടോ? വിളിച്ചു. ഇനിയിപ്പോ 2-3 ചാനലിൽ ഇതുവരെ ചർച്ചയ്ക്ക് ഇരിക്കണോന്ന് പറഞ്ഞു. സാർ നോക്കാം സാർ, ഇരിക്കാം, ചിക്കമായിട്ടുണ്ട് ഞാൻ. ഇവർ രണ്ടുപേരും പറയണേ ക്ലീറ്റോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമെന്ന്. അല്ല, ഇതെപ്പോ പഠിച്ചെന്നാ എന്റെ സംശയം. ഇതൊന്നും പഠിച്ചിട്ട് പറഞ്ഞതല്ല. എന്നൊക്കെ പോലുള്ളവർക്ക് ഉള്ളിലെല്ലാം കിടപ്പുണ്ട്. ഒരു ഷട്ടർ അതുപോലെ അങ്ങ് വരും. അതാണ് എനിക്ക്. പക്ഷെ എനിക്കുള്ള സംശയം എന്താണെന്നറിയോ, ഈ മേളിൽ കൂടിയുള്ള പാലം നല്ലതല്ലേ ക്ലീറ്റോ? അത് കൊള്ളൂല തങ്കം, അതല്ല ഞാൻ പറഞ്ഞത്. പാലം മേളിൽ കൂടെ ഫ്ലൈ ഓവർ വേണം, അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ കുഞ്ഞു കുഞ്ഞു ന്യൂനതകളുണ്ട്, അത് പരിഹരിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മേളിൽ കൂടെ ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സോഡാ സർബത്ത് കുടിക്കണമെന്ന് തോന്നിയാൽ അവിടെ ഒരു പെട്ടിക്കട ഉണ്ടെങ്കിൽ അത് എളുപ്പമല്ലേ? അങ്ങനെ പെട്ടിക്കടകൾ സ്ഥാപിക്കണം ഫ്ലൈ ഓവറുകളിൽ. അല്ല, ഈ ഫ്ലൈ ഓവർ കഴിയണവരെ നമ്മൾ ദാഹിച്ചു പാലത്തിന്റെ മുകളിലോ? അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ വേണം, അതല്ലേ വേണ്ടത്. ശരിക്കും അത് വേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ പോയി അപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് പോകും, സോഡാ പിടിക്കാനുള്ള അതങ്ങ് തീരും. അപ്പൊ അവര് സമ്മതിച്ചോ? അല്ല, അതൊക്കെ ഇനി ചർച്ച ചെയ്യട്ടെ. ഈ മണ്ടന്മാരതൊക്കെ ചിന്തിച്ച് അതുപോലെ പ്രവർത്തിക്കട്ടെ എന്നേ. ഇതൊക്കെ മന്ത്രിമാരൊക്കെ കാണുന്നു, അങ്ങനെ അവർ തീരുമാനം എടുക്കും. എന്തായാലും അഭിനന്ദന പ്രവാഹം പല 4 സൈഡിൽ നിന്നും വന്നിട്ടുണ്ട്. എന്തായാലും സൂപ്പർ ആയിരുന്നു. ചായ കുടിക്കും. ചായ എന്താ ഞാൻ പിന്നെ കഴിച്ചില്ല, വെയിറ്റ് ഇട്ടു. ചുമ്മാ അവിടെ ഇവിടെ പോയിരുന്നു നമ്മൾ അങ്ങനെ കഴിക്കാൻ നിൽക്കല്ലേ, നമ്മളെ ഗമ പോകാൻ പാടില്ലല്ലോ. ഞാനതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, നോ മോനെ വേണ്ട, വീട്ടിൽ പോയി കുടിക്കാം. പാൽച്ചായാണോ ചേച്ചി? ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓഹോ, എല്ലാം അറിയാം, എല്ലാം അറിയാം. ഹലോ, എന്താട്ടാ? ആണോ? അല്ല, അവിടെ ഉണ്ട്. അന്ന് വേറെ വല്ല കോളിലായിരിക്കും. എന്തുപറ്റി? കുഞ്ഞമ്മച്ചി പിണങ്ങല്ലേ? അയ്യയ്യയ്യേ, എന്താ ഇത്? ഞാൻ റൊണാൾഡിനെ അടുത്ത ചാനൽ ചർച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോകും. അവൻ കൊച്ചു കുട്ടിയല്ലേ, പഠിച്ചു പറഞ്ഞതല്ലേ ഉള്ളൂ രാഷ്ട്രീയം. ആ ആ എല്ലാവരും അഭിനന്ദിച്ചു കുഞ്ഞമ്മച്ചി. ആ സ്വീകരണവും പരിപാടികളും ഒക്കെ ഇവിടെ പ്ലാൻ ചെയ്യണുണ്ട് പാർട്ടിയുടെ കണക്കായിട്ട്. കട്ടി ആ കുഞ്ഞമ്മച്ചി. കുഞ്ഞമ്മച്ചി ഉണ്ട് എല്ലാവരും ഉണ്ട്. ഫോൺ വെക്ക്. പറയാം കുഞ്ഞമ്മച്ചി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇച്ചിരി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. എന്താ ഏട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? കുഞ്ഞമ്മച്ചി വിളിച്ച് സംസാരിച്ചോണ്ടേ. അവൻ എന്തിനാ വിളിക്കുന്നത്? സംസാരിച്ചോണ്ടിരുന്നു, ആകെ കുളമായി. പറഞ്ഞ ട്രാവലറില്ലേ, അതിന്റെ ഡ്രൈവർക്ക് ബോധം വീണ്. ബോധം വീണെങ്കിൽ നല്ലതായി. ഇനിയിപ്പോ അയാളുടെ മൊഴി എടുത്തിട്ട് ബാക്കി കാര്യങ്ങളോട് അറിയട്ടെ. അയാള് മൊഴി കൊടുത്താ ട്രാവലർ പറഞ്ഞ റോഡിന്റെ അനാസ്ഥ കൊണ്ടല്ലെന്ന്, വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയിട്ടാന്ന്. പിന്നെ ക്ലീറ്റോ ചേട്ടൻ പിന്നെ ജയപാലൻ സാറില്ലേ, കോൺട്രാക്ടർ, അയാൾക്കെതിരെയല്ലേ ചാനലിരുന്ന് ചർച്ച ചെയ്തത്. അയാള് മാനനഷ്ടത്തിന് കേസ് കൊടുത്തെന്ന്. അത് പറയാനേ ഏട്ടൻ ക്ലീറ്റോ ചേട്ടൻ ഈ വിളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? കുഞ്ഞമ്മച്ചി വിളിച്ച കാര്യങ്ങൾ പറഞ്ഞോണ്ടിരുന്ന കേസ് കൊടുക്കുന്നേ. കേസ് കൊടുത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലീറ്റോ ചേട്ടൻ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ അറസ്റ്റ് ചെയ്യാനാ? പിന്നെ ഞാന് DDT പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോയിട്ടാണ് ചാനലിൽ ചർച്ചയ്ക്ക് ഇരുന്നത്. അപ്പൊ കുട്ട സാറാണ് പറഞ്ഞു വിട്ടാണ്. സാറുണ്ട്, എന്നെ ഒരു പോലീസ് ഒന്നും സാർ വിളിക്കുന്നേ. പിന്നെ സാറേ സാറേ എന്താ? ശരി സാറേ. എന്താ? അപ്പൊ കുട്ട സാറ് പറഞ്ഞ് കാര്യങ്ങൾ കൈവിട്ട് പോയി. സാറിന് ഇപ്പൊ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റൂലെന്ന്.
ജാമ്യം കിട്ടൂലെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച, നാളെ സെക്കൻഡ് സാറ്റർഡേ, മറ്റന്നാൾ ഞായറാഴ്ച, ഇനി 3 ദിവസത്തേക്ക് കോടതിയില്ല. തിങ്കളാഴ്ച കോടതിയുള്ളൂ. ജാമ്യം കോടതി ചെയ്താ പിന്നെ പോവണ്ടേ? മുങ്ങിക്കോളാൻ പറഞ്ഞു. ക്ലീറ്റോ, ദാ വരുന്നു ജീപ്പ്. ജോപ്പ് ജീപ്പ്. അയ്യോ പോവല്ലേ ക്ലീറ്റോ? ഓടട്ടെ ചേച്ചി, എങ്ങോട്ടെങ്കിലും. അവിടെ ഇവിടെ ഓടാനാ? വാ വാ. ഇത് ക്ലീറ്റസിന്റെ ഇവിടെ അല്ലേ? അതെ. ക്ലീറ്റസ് അവിടെ? ക്ലീറ്റോയെ ഡൽഹിയിൽ അവരുടെ പാർട്ടി ഒരു മാരത്തോൺ നടത്തുന്നുണ്ട്, അതിന് ഓടാൻ പോയേക്കുവാ. മാരത്തോണോ? Aliens.